കാനഡയിലെ സ്റ്റുഡൻസായിട്ട് വന്നിട്ടുള്ള ഇമിഗ്രൻസ് കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അസുഖം ഉണ്ടാകുകയാണെങ്കിൽ ഡോക്ടറിനെ കാണാനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൈനർ എയിൽമെൻറ്റ്സ് പ്രിസ്ക്രൈബിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാർമസിയിൽ ചെന്നാൽ ഫാർമസിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പല പ്രോവിൻസിലും പലതാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്കൊരു ലിസ്റ്റ് കിട്ടും, അതിനനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസൾട്ടേഷൻ ഫീസ് അല്ലെങ്കിൽ മെഡിസിൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതാത് പ്രോവിൻസിൽ നിന്ന് ഒരു ഹെൽത്ത് കാർഡ് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബെനിഫിറ്റ് അഥവാ ഇൻഷുറൻസ് പ്ലാനായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതിൻ്റെ കണ്ടീഷൻസ് ഉള്ളത് രണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ പ്രായം 25 വയസ്സിൽ താഴെയായിരിക്കണം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ നിന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ ഒന്നും ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ഫാർമസിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ഫീസും പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് മെഡിസിൻ്റെ ഫീസാണ്. അത് മിക്കവാറും എല്ലാ ഫാർമസിസ്റ്റുകളും അവരുടെ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് അതാത് പ്രോവിൻസിൽ ഈ ഹെൽത്ത് കാർഡ് നമ്പർ, അത് അവരുടെ ഇൻഷുറൻസ് ബെനിഫിറ്റായി കിട്ടുന്ന ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അതിൽ നിന്ന് തന്നെയായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കൺസൾട്ടേഷൻ ഫീസും മെഡിസിൻ്റെ ഫീസും ഹെൽത്ത് കാർഡ് നമ്പർ വഴി അത് ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ബില്ല് ചെയ്യുകയും ഓരോ ഫാർമസിക്കും അത് ഗവൺമെൻറ്റിൽ നിന്ന് ആ പൈസ ഈടാക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ പല ഫാർമസികളിലും ഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ചെറിയ ചില പൈസ വല്ലതും വരുമായിരിക്കും. അങ്ങനെ വരുന്നെങ്കിൽ അത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടതായി വരും.